ഹലോ ഗൈസ്, ഇത് കോഴിക്കോട് നിന്ന് ആസാമിലേക്കുള്ള ഞങ്ങളൊരു ചെറിയ ട്രിപ്പല്ല, ശരിക്കും അനിയത്തിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോകുമ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഞങ്ങൾ അവിടെ ആസാമിൽ റൂം എടുത്തതിൻ്റെ അവിടെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഇവിടെയായിരുന്നു റൂം എടുത്തത്. റൈഫിൾ സെൻറ്ററിൻ്റെ ഏകദേശം അടുത്ത് തന്നെയായിരുന്നു. നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ മോളുള്ളതുകൊണ്ട് അവൾ ഒരു ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെയായിരുന്നു ഫുള്ള് കളി. റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഹോട്ടലോടനുബന്ധിച്ചുള്ളതുകൊണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. നല്ല ഒരു അടിപൊളി ഹോട്ടലായിരുന്നു. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് സെൻറ്റർ വരുന്നത്. പിന്നെ മോള് ഫുള്ള് അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, അതിലായിരുന്നു ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഗുവാഹട്ടിയിലെ ഒരു പ്ലാനറ്റോറിയത്തിൽ കയറി. അത്യാവശ്യം തരക്കേടില്ലാത്ത പ്ലാനറ്റോറിയം കാര്യങ്ങളൊക്കെയാണ്. വിഷ്വൽസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ ബ്രഹ്മപുത്ര നദി കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയി അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട്. ഇതൊരു ടൈമിൽ ഒന്നായിട്ട് കര കവിഞ്ഞ് ഒഴുകുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അവർ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊൽക്കത്ത ആ റൂട്ടിലാണ് പിടിച്ചത്. അവിടുന്ന് ടാക്സി വിളിച്ച് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പണ്ടത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ ആ ടൈമിൽ നല്ല മഴ പെയ്തുകൊണ്ട് വെള്ളം കാര്യങ്ങൾ, റോഡിനൊക്കെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ റോഡിന് നടുക്ക് കൂടെ നമുക്ക് ചെറിയ റെയിൽ കാണാൻ പറ്റും. അത് കൂടെ ചെറിയ ട്രെയിൻ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നാണ്. ചെറിയ ഇത് നമ്മളെ ഹൗറ പാലമാണ്, പുതിയ ഹൗറ പാലം. ട്രാഫിക്കൊക്കെ ഭയങ്കര റഷായിരുന്നു. അവിടെ നിന്ന് ട്രെയിനൊക്കെ കയറി ഞങ്ങൾ അവസാനം ചെന്നൈയിലെത്തി. ചെന്നൈയിൽ മെട്രോയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കയറി. മോളെ ആദ്യമായിട്ടാണ് മെട്രോയിലൊക്കെ കയറുന്നത്. അങ്ങനെ മെട്രോയിലൊക്കെ കയറി അതിൻ്റെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കോഴിക്കോടേക്കുള്ള ട്രെയിൻ കയറി കോഴിക്കോടെത്തി.